ഇത് ഞങ്ങൾ ഗോവയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു നേവൽ മ്യൂസിയമാണ് കേട്ടോ. ഇവിടെ തീർച്ചയായിട്ടും ഗോവയിൽ വരുവാണെങ്കിൽ ഇവിടെ വന്നിട്ടേ പോകും. മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ. കേശു അതിനിടയ്ക്ക് കേശു നീതും കൂടെ പാത്ത് കളിക്കുക. അവന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഇഷ്ടപ്പെട്ടു ഗോവയെന്ന് പറഞ്ഞാൽ. അവൻ അതുവഴി ഓടുകയായിരുന്നു സ്ഥലം. ചേച്ചിയും ചേട്ടനും കൂടെ ഫോട്ടോ എടുക്കുക. അവർക്കും അതിനുള്ള സമയമൊക്കെ കൊടുത്ത് അവരും എൻജോയ് ചെയ്ത് എല്ലാവരും അടിച്ചു പൊളിച്ച് സമയങ്ങളായിരുന്നു. വിസിറ്റേഴ്സ് കുറവായിരുന്നു ആ സമയത്ത് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം നമ്മുടെ ഈ മിസൈലുകളും അതിൻ്റെയൊക്കെ എല്ലാം താഴെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ താഴെയും ഓരോ ഡിസ്ക്രിപ്ഷൻ ബ്രീഫായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യേശു ആ പുൽമൈതാനത്തൂടെ അങ്ങ് ചാട്ടമാണ്. നമ്മുടെ കൈ നിൽക്കത്തില്ല, അങ്ങ് ഓട്ടമായിരുന്നു. കണ്ണമ്മോനും പുറകെയുണ്ട്. ആദിക്കുട്ടൻ എന്തിയേ? ആദിക്കുട്ടനുണ്ടായിരുന്നല്ലോ. ആദിക്കുട്ടനും ഉണ്ടായിരുന്നു. പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടും കേട്ടോ. നീതു വേണ്ട പുല്ലി കയറി നിൽക്കുന്നത്. അപ്പോൾ അവിടെ സെക്യൂരിറ്റി അല്ല, അവിടുത്തെ സ്റ്റാഫുണ്ട്. അവർ വഴക്ക് പറയാം അത് കയറി നിന്നാൽ. ആദിമോൻ അതേണ്ട് പോകുന്നു. ആദിമോന് ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത് തന്നെ കേട്ടോ. സത്യം പറയാലോ, എൻ്റെ കൊച്ചിലത്തെ ആഗ്രഹം ഒരു പൈലറ്റ് ആവണമെന്നായിരുന്നു. എന്തായാലും നടന്നില്ല, ശ്രമിച്ചില്ലെന്ന് തന്നെ പറയാം. പിന്നെ വിമാനത്തിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. ഇത് എന്താ ഹെലികോപ്റ്ററൊക്കെ കണ്ടോ? ഈ വീഡിയോ ഹെലികോപ്റ്ററാണ്. എന്ത് രസമല്ലേ ആ സംഭവങ്ങളൊക്കെ കാണാൻ. ഇനി അതിനകത്തൊരു എന്തെഴുതിയേക്കുന്നത്, നേവിയുടെ ഒരു മ്യൂസിയം അകത്തുമുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറേ അധികം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. INS വിക്രാന്ത്, വിക്രമാദിത്യ, ഇതിൻ്റെയൊക്കെ മോഡൽസ് ഉണ്ട് അവിടെ. നല്ല രസമുണ്ട് ഇതൊക്കെ സംഭവങ്ങളൊക്കെ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഞാനും നീതും 2 പിള്ളേരുമേ വന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് തന്നെ വരണം. എല്ലാവരും കൊണ്ട് ഒന്ന് കാണിക്കേണ്ട തന്നെ. അതൊക്കെ എന്താ വ്യൂ, അടിപൊളി, സൂപ്പർ അടിപൊളി. പിള്ളേരൊക്കെ ഇതിൻ്റെ അകത്ത് താഴൊക്കെ വന്ന് നോക്കിയിട്ട് അമ്മമാരങ്ങ് പോയി. സത്യം പറഞ്ഞാൽ ഇതിനകത്തൊക്കെ കയറാൻ പറ്റുമായിരുന്നു. കൊള്ളാം. എന്തുമാത്രം ടെക്നിക്സ് ആണേ. വാവ്. ഇതിനകത്തും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു പഠിക്കാനുള്ളത്. മ്യൂസിയത്തിനകത്തോട്ട് ഉണ്ട്. എന്താ ലുക്ക് അതാ. അവിടെ പിന്നെ ഇത് ഓരോന്നും അതിൻ്റെ മോഡൽസ് മേളിൽ കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നോക്കി ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു അറിവ് തന്നെ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും അവിടുന്ന് തന്നെ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയെന്ന് വേണേൽ പറയാം. ഇതുവരെ കയറിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതുകൊണ്ട് ടാറ്റ കാണിക്കുന്നു. ഇതേ കയറിയിട്ട് ശരിക്കും പോകാന്നുള്ള രീതിയിൽ തന്നെ കൊള്ളാം. കോക്പിറ്റിലേക്ക് കയറാൻ പറ്റും. കോക്പിറ്റ് സംഭവം കണ്ട. പിള്ളേരെന്ത് ചെയ്യും? അമ്മാരെ പിടിച്ച് ഇതിനകത്ത് കയറ്റിയായിരുന്നു. അമ്മാരെ ഇതിനകത്ത് അടിച്ചു പൊളിച്ചതിനെയല്ല. കണ്ട എന്തൊക്കെ സ്വിച്ചുകളാന്ന് നോക്കിക്കേ. അഭിലാഷൻ്റെ കൈ ചെന്നാവും ഞാൻ. അവർ രണ്ടും ഫ്രീ ആയിട്ട് നടക്കുക.
പിള്ളേർ രണ്ടും ആ വഴിക്ക്. ഞാനും ചേട്ടനും കൂടെ കുഞ്ഞിനെ എടുത്തെടുത്ത് ഞങ്ങളുടെ കൈ. അവനാണെങ്കിൽ താഴെ വിട്ടാൽ ഇറങ്ങി ഒറ്റ ഓട്ടമല്ലേ. വേണ്ടാ ഇവന്മാർ രണ്ടും അതിനകത്ത് കയറി. ഞാൻ പറയാമായിരുന്നു ഇവന്മാരോടെ, നിങ്ങൾ വലുതാവുമ്പോൾ ആരെങ്കിലുമൊക്കെ പൈലറ്റും ഒക്കെ ആവണം. രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ട്. അമ്മമാരെല്ലാം പഠിത്തം കഴിഞ്ഞ് ആണ്ടാ ആരോ ഒരു വിശിഷ്ട വ്യക്തിയാണല്ലോ ഇറങ്ങി വരുന്നത്, കൈയൊക്കെ കാണിച്ചിട്ട്. ചേച്ചി ഇപ്പം വീണേനെയല്ലോ പടിയുന്ന.